കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇടത് മാധ്യമങ്ങളും സൈബർ കേന്ദ്രങ്ങളും ഊതിപ്പെരിപ്പിച്ച പിണറായി ശോഭ മങ്ങുകയാണ്. ADGPMR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട വിവരം തെളിവ് സഹിതം പ്രതിപക്ഷം പുറത്തുവിട്ടതോടെ പിണറായി വിജയൻ എന്ന നേതാവിന്റെ പ്രതിച്ഛായയിൽ അണികൾക്ക് പോലും സംശയം ഉയർന്നു കഴിഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. സെപ്റ്റംബർ 4-നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിവയ്ക്കുന്ന വസ്തുതകൾ അനുദിനം പുറത്തുവന്നതോടെ പിണറായി വിജയൻ കെട്ടിപ്പൊക്കിയ PR സാമ്രാജ്യം കടലാസ് കൊട്ടാരം പോലെ പൊളിഞ്ഞടങ്ങുകയായിരുന്നു. RSS BJP ആശയങ്ങളെ എതിർക്കുന്ന ഒരേയൊരു പാർട്ടി തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഓർക്കാപ്പുറത്തേറ്റ അടിയായിരുന്നു അജിത് കുമാറിന്റേതുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ RSS കൂടിക്കാഴ്ച. വാക്കിലൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നുമുള്ള പിണറായി വിജയന്റെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുകയാണ്. BJP-യുമായി ഡീലുണ്ടാക്കി തന്റെയും മകളുടെയും പേരിലുള്ള കേസുകൾ ഒതുക്കി തീർക്കുവാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന ആക്ഷേപം പ്രതിപക്ഷം ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു. ഇത് ഇടതുമുന്നണികൾക്കുള്ളിലെ മറ്റു പാർട്ടികൾക്കത്ര രസിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. മന്ത്രിസഭാ യോഗത്തിൽ തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് ഒറ്റസ്വരത്തിൽ CPI മന്ത്രിമാർ ചോദിച്ചതും അജിത് കുമാറിനെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിക്കുന്നതും പിണറായിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. റിപ്പോർട്ട് കിട്ടിയതേ ഉള്ളൂവെന്നും ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന ദയനീയ മറുപടിയായിരുന്നു പിണറായിയുടേത്. എന്നാൽ ഇന്ന് ആ നിലപാടിൽ നിന്നും മാറേണ്ടി വന്നു എന്നതാണ് വസ്തുത. പിണറായി വിജയനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നത് ഇടത് കക്ഷികൾക്കെല്ലാം ബോധ്യമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPI-ക്ക്. PV അൻവർ തുറന്നുവിട്ട ആരോപണ ശരങ്ങളേൽക്കുന്നത് മുഖ്യമന്ത്രിക്കാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അൻവറിന്റെ തുടർച്ചയായ പത്രസമ്മേളനങ്ങളിൽ നേരത്തെ തന്നെ സംശയനിഴലായ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യ വില്ലൻ റോളിലായി. P ശശിയും അൻവറിന്റെ ആരോപണ ശരങ്ങൾക്ക് പാത്രമായി. ഇതോടെ അൻവറിനെ പൂട്ടാൻ പിണറായി നേരിട്ടിറങ്ങിയതോടെ അൻവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടു. പിണറായി വിരുദ്ധ ചേരി CPM-ലും ഇടതു മുന്നണിക്കുള്ളിലും ശക്തിയാർജിക്കുന്നുവെന്നതാണ് വാസ്തവം. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാൽ തോറ്റുപോകുമെന്ന പ്രതീതി ഇതിനോടകം തന്നെ മുന്നണിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. വരുന്ന തിരഞ്ഞെടുപ്പുകളെ ഇനി എങ്ങനെ നേരിടുമെന്ന ചിന്തയിലാണ് CPM-ഉം.